അസ്സലാമു അലൈക്കും. ഇനി അവിടെ വന്നിട്ടുള്ളത് ഒരു കൊഞ്ചൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബെന്ന് ഉപയോഗിച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റും നല്ല എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പിസ്സയാണ്. അത് ഞാനിത് 3 ബെന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന ബെന്നാണ്. അത് നടു കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ കത്തിരിക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്തെല്ലാം അതിൽ ഇടാമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്കിപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കത്തിരിക്ക വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മേലെ ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുഞ്ഞൻ പിസ്സ അല്ലേ, അപ്പോൾ അത് നന്നായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. പിന്നെ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ മേലേക്ക് ഞാനൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഇത് പിസ്സ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം. ഇത് നമ്മൾ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ചീസെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഈസിയായി തയ്യാറാക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.